ശബരിമലയിൽ മൃതദേഹങ്ങൾ സ്ട്രക്ചറിൽ ചുമക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം. നിലവിൽ സന്നിധാനത്ത് വെച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലാണ് പമ്പയിലേക്ക് മാറ്റുന്നത്. ഈ കാഴ്ച മലകയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമമുണ്ടാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇവരുകളുമായി രേഷ്മ ബാബു ചിരികാണ്. രേഷ്മ, ഹൈക്കോടതി ഇത് സംബന്ധിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയത്? സുരേഷ്, സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലും അതോടൊപ്പം തന്നെ ഉത്തരവും ഉണ്ടാകുന്നത്. അതായത് തീർത്ഥാടന കാലഘട്ടത്തിൽ സന്നിധാനത്തെ ആശുപത്രിയിൽ വെച്ച് തീർത്ഥാടകർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ മൃതശരീരം പമ്പയിലേക്ക് എത്തിക്കുന്നത് സ്ട്രെച്ചറിലൂടെ ചുമന്നാണ്. അത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അതിൽ ഒരു അതൃപ്തി കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമായും ആംബുലൻസ് സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. നിർബന്ധമായിട്ടും ആംബുലൻസ് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു. അതുകൂടി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആംബുലൻസ് സൗകര്യം തന്നെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് കടക്കുന്നത്. പലപ്പോഴും ഈ മൃതശരീരങ്ങൾ സ്ട്രെച്ചറിൽ ചുമന്ന് പമ്പയിലേക്ക് വരുന്ന വഴി അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് മല കയറുന്ന ഭക്തർ ഈ കാഴ്ച കാണുന്നുണ്ട്. അത് അവർക്ക് കടുത്ത മാനസികാഘാതവും മാനസിക വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടരാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏകദേശം 10 ദിവസത്തിനിടെ 8ഓളം തീർത്ഥാടകരാണ് മരണമടഞ്ഞത്. ഇവരുടെയൊക്കെ മൃതശരീരം പമ്പയിലേക്ക് എത്തിച്ചത് സ്ട്രെച്ചറിൽ ചുമന്ന് തന്നെയാണ്. എന്തായാലും ഈ കാഴ്ച അതീവ ദുഃഖകരമാണ്. അതുകൊണ്ട് തന്നെ അത് ഇനി ഈ ആംബുലൻസ് സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മൃതശരീരം സന്നിധാനത്തെ ഹോസ്പിറ്റലിൽ നിന്നും പമ്പയിലേക്ക് എത്തിക്കാവൂ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.